പാർട്ട് 6 നിങ്ങളെല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അടുത്തത് പാർട്ട് 7ലേക്ക് നമുക്ക് കിടക്കാം. എന്നും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാൻ ഗിറ്റാർ എടുക്കുമ്പോൾ ഗിറ്റാർ ട്യൂണായിരിക്കണം. അപ്പോൾ അതിന് ഞാൻ പറഞ്ഞിരുന്നു, മൊബൈലിൽ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, അതെടുത്ത് ഓരോ സ്ട്രിങ്ങും നമ്മൾ ട്യൂൺ ചെയ്യണം. കറക്റ്റ് ട്യൂണിങ്ങിൽ വേണം നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്ട്രിങ് ട്യൂൺ ചെയ്യാണ്. ഫസ്റ്റ് സ്ട്രിങ് ഇ ആണ്. അടുത്തത് സെക്കൻഡ് സ്ട്രിങ് ബി ട്യൂൺ ചെയ്യാണ്. ഇപ്പോൾ ബി ഫ്ലാറ്റിലാണ് കിടക്കുന്നത്. ഇനി അത് നമുക്ക് ബിയിൽ എത്തിക്കണം. അപ്പോൾ ടൈറ്റ് ചെയ്തുകൊണ്ട് ബിയിലേക്ക് എത്തിക്കാം. ഫസ്റ്റ് സ്ട്രിങ്ങും സെക്കൻഡ് സ്ട്രിങ്ങും ട്യൂൺ ചെയ്യുന്നത് ഞാൻ കാണിച്ചു. അങ്ങനെ നിങ്ങൾ ഓരോ സ്ട്രിങ്ങും ട്യൂൺ ചെയ്യണം. ഇ, ബി, ജി, ഡി, എ, ഇ ഇങ്ങനെയുള്ള 6 സ്ട്രിങ്ങുകളും ട്യൂൺ ചെയ്യുക. കറക്റ്റ് ട്യൂണിൽ എത്തിക്കുക. ഇന്നത്തെ ആദ്യത്തെ ലെസണിലേക്ക് നമുക്ക് കിടക്കാം. അടുത്തത് തേർഡ് സ്ട്രിങ് ആണ്. തേർഡ് സ്ട്രിങ് ജി എന്ന് പറഞ്ഞാൽ തേർഡ് സ്ട്രിങ് ഓപ്പൺ. അത് നൊട്ടേഷനിൽ വരുന്നത് സെക്കൻഡ് ലൈനിലാണ്. സെക്കൻഡ് ലൈനിൽ വരുന്നത് ജി. അതുപോലെ ജി എന്ന സ്ട്രിങ്ങിൽ സെക്കൻഡ് ഫ്രെറ്റിൽ ഒരു നോട്ട് വരുന്നു, എ വരുന്നത് നൊട്ടേഷനിൽ സെക്കൻഡ് സ്പേസിൽ. തേർഡ് സ്ട്രിങ് ജി ഓപ്പൺ. ഫസ്റ്റ് സ്ട്രിങ്, സെക്കൻഡ് സ്ട്രിങ്, തേർഡ് സ്ട്രിങ് ജി ഓപ്പൺ. ഫിംഗർ ചെയ്യാതെ നമ്മൾ ചെയ്യുന്നത് ജി. അതുപോലെ തേർഡ് സ്ട്രിങ്ങിലുള്ള ഒരു നോട്ടാണ് സെക്കൻഡ് ഫ്രെറ്റിലെ സെക്കൻഡ് ഫിംഗർ. സെക്കൻഡ് ഫ്രെറ്റിൽ സെക്കൻഡ് ഫിംഗർ വന്നാൽ എ. അപ്പോൾ ഓപ്പൺ ജി, എ ബുക്കിൽ നമുക്ക് വരുന്ന സെക്കൻഡ് സ്പേസിലാണ്. സെക്കൻഡ് സ്പേസിൽ എ. ജി വരുന്നത് സെക്കൻഡ് ലൈനിൽ. അപ്പോൾ വായിക്കുമ്പോൾ ജി ഓപ്പൺ, എ സെക്കൻഡ് ഫ്രെറ്റ്, സെക്കൻഡ് ഫിംഗർ. തേർഡ് സ്ട്രിങ്ങിൻ്റെ ലെസൺ വായിക്കാം. ഫസ്റ്റ് ലൈൻ. പാർട്ട് 7 ഇവിടെ അവസാനിക്കുകയാണ്. എന്ത് സംശയം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എൻ്റെ താഴെ കൊടുത്ത നമ്പറിൽ വിളിക്കാം. പ്രാക്ടീസ് നന്നായി ചെയ്യണം. നല്ല പ്രാക്ടീസ് ചെയ്ത് തറവാക്കേണ്ടതാണ്. അപ്പോൾ അടുത്ത ലെസണിൽ നമുക്ക് വീണ്ടും കാണാം.